ആസ് വി ഓൾ നോ, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ മനസ്സ് എന്നുള്ളത്. പലരും ഓടി നടക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് എങ്ങനെ നമ്മളെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും, എങ്ങനെ നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന 8 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എങ്ങനെ നിങ്ങളെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫർദർ എനി ഡിലേ, നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ നമ്മുടെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്, ബി പേഷ്യൻ്റ് എന്നുള്ളത്. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് റിസൾട്ട് എന്നുള്ളത്. അധിക പേരും ഫോക്കസ് ചെയ്യുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. എല്ലാവർക്കും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മാഗി, അല്ലെങ്കിൽ 2 മിനിറ്റിൽ ഇന്ന സംഭവം സെറ്റ് ആവുന്നു, വൈഫൈ വെച്ചിട്ട് നമ്മൾ ഫാസ്റ്ററായിട്ട് മൂവീസ് കാണുന്നു, ഇങ്ങനെ എല്ലാം നമ്മൾ എന്താണ് ഒരു 2x മോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില സംഗതികൾ നമ്മളെ ലൈഫിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ടേക്ക് ടൈം. ആ ടൈം നമ്മളതിന് കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയൊരു കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുപാടൊരു വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ വിത്ത് അല്ലെങ്കിൽ തൈകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കുഴിച്ചിടുന്നു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, പിറ്റേ ദിവസം രാവിലെ തന്നെ എണീച്ചിട്ട് എൻ്റെ മരം വലുതായില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നതിൽ ഒരർത്ഥമില്ലല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് മേ ബി 5 വർഷമായിരിക്കും, ചിലത് 10 വർഷമായിരിക്കും, ചിലത് 3 വർഷമായിരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ടൈം ഉണ്ടാവും. ബട്ട് ദ ട്രൂത്ത് ഈസ്, അതിലൊരു ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചില റിസൾട്ടിനേക്കാളും ലോങ് ടേം ആയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവുക, എപ്പോഴും കുറച്ച് സമയമെടുത്ത് നിങ്ങൾ ആ പേഷ്യൻസോട് കൂടി കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് റിസൾട്ട് ഉണ്ടല്ലോ, അതാണ് നിങ്ങളെ ലൈഫിൽ കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് മുളച്ച് പന്തലിക്കുന്ന ചെറിയ ചെറിയ വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ പയർ, ഇതുപോലത്തെ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളെ ലൈഫിൽ നമ്മൾ കാണുന്ന ചില വലിയ വൃക്ഷങ്ങളുണ്ട്, തെങ്ങ് അല്ലെങ്കിൽ തേക്ക്, ഇതൊക്കെ. അപ്പം ഇത് രണ്ടും എത്ര കാലം നിലനിൽക്കുന്നുണ്ടെന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് കുറച്ച് ലോങ് ടേമിലേക്ക് കിട്ടുന്ന റിസൾട്ടുകളും എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കുക, ബി പേഷ്യൻ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. രണ്ടാമത് നമ്മളെ മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ബി പ്രോ ആക്റ്റീവ് എന്നുള്ളത്. ലൈഫിൽ പലപ്പോഴും നമ്മൾ പല സംഗതികളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ചില സമയത്ത് നമുക്ക് അതിനെതിരായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ കടന്നു വരും. ഇപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കൂടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി, നിങ്ങളെ സെയിൽസ് കാര്യമായിട്ട് നടക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങി നിങ്ങളെ ലൈഫിൽ ചില കാര്യങ്ങളുണ്ടാവും. സിറ്റുവേഷൻ നിങ്ങൾക്ക് എതിരാന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. എന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പ്രോ ആക്റ്റീവ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളെ എതിരെയാണ് സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ ഇടണോ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഈ കാര്യം ചെയ്യണോ, ഇന്നിപ്പോൾ ബിസിനസ് ചെയ്യണോ, ഇന്നിപ്പോൾ പ്രൊഡക്റ്റ് തിരഞ്ഞു പോകണോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. ബട്ട് ദ ട്രൂത്ത്, നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ ഏറ്റവും ബേബി സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും, എന്നാൽ പിന്നെ നമ്മളും കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെ മൈൻഡും നമ്മളെ ബോഡിയൊക്കെ നമ്മളെ കൂടെ വരുന്നുള്ളതാണ്. സോ നിങ്ങൾ ചെയ്ത് പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അധികം ആളുകൾക്കും ആഗ്രഹമുണ്ട്, ബട്ട് പലതും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത്, ബി ഓപ്പൺ ടു ചേഞ്ച് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, എനിക്ക് നല്ല ബോഡി ബിൽഡ് ചെയ്യണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നില്ല, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഓടുന്നില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുമോ? നോ. കാരണം എന്താ, അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും, നേരത്തെ എണീക്കേണ്ടി വരും, നമ്മൾ ഉറക്കം ഒഴിവാക്കേണ്ടി വരും, നമ്മുടെ ഡയറ്റ് ഒന്ന് നമ്മൾ സെറ്റ് ആക്കേണ്ടി വരും. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഓപ്പൺ ആയിട്ട് നമ്മളെ മൈൻഡിനെ ഓപ്പൺ ആക്കി വെക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ചേഞ്ച് നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഈ ഒരു ചേഞ്ച് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ഡോർ ക്ലോസ് ചെയ്തിട്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് ആ ചേഞ്ച് അല്ലെങ്കിൽ നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ഇതും കൂടി നിങ്ങളെ മൈൻഡിൽ വെക്കുക, നമ്മളെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലൈഫിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേ ഹോപ്പ്ഫുൾ എന്നുള്ളതാണ്.
എത്ര ഡിഫിക്കൽട്ടി കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ വരികയാണെങ്കിലും സിറ്റുവേഷൻസ് വരികയാണെങ്കിലും നമ്മൾ കുറച്ച് പ്രതീക്ഷയോടെ വേണം ആ സിറ്റുവേഷൻസിനെ നേരിടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം നമ്മൾ വലിയൊരു കടമ്പ കടന്നു വന്നതാണ് കൊറോണ എന്നുള്ളത്. അതിനു മുന്നേ നമ്മൾ വലിയൊരു പ്രളയം കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളാണ്. കേരളത്തിലെ എല്ലാവർക്കും ഇത് രണ്ടും സുപരിചിതമാണ്. ഇതുപോലൊരു ഡിഫിക്കൽട്ടി മൊമെന്റിലൂടെ നമ്മൾ ഇപ്പോഴും കടന്നു പോകുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു സമയത്ത് തന്നെ പല ആളുകളും ഭയങ്കര പാനിക് ആയിട്ടുള്ള ന്യൂസസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അവിടെ ആണ്, ഇത് ബ്ലോക്കാണ്, അവിടെ ഓക്കെ എവ്രിതിങ്, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. ബട്ട് സ്റ്റിൽ നമ്മളെ ഇന്റേണൽ വേൾഡിൽ എന്താണ്, അവിടെ എപ്പോഴും വാർ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹോപ്പ്ഫുൾ ആണോ? നമ്മൾ കൊറോണ അത്ര ഡിഫിക്കൽട്ടി കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂടി ബട്ട് സ്റ്റിൽ നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് പോലെ തന്നെ എത്ര ഡിഫിക്കൽട്ടി മൊമെന്റ് ലൈഫിൽ വരികയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ ലൈഫിൽ, നമ്മളെ മൈൻഡിൽ വേണം എന്നുള്ളതാണ്. ഇത് നമ്മളെ മൈൻഡിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലേൺ ടു ലെറ്റ് ഗോ. നമ്മളെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് ഹോൾഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ചെങ്ങലയിൽ നമ്മളെ കെട്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ഭയങ്കര വെയിറ്റ് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഓടുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് നമ്മൾ നടക്കുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോയി പിന്നെ അത് ഹോൾഡ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളതാണ്. കാരണം ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മളെ കൺട്രോളിലല്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് മഴ പെയ്യുക, അല്ലെങ്കിൽ ചൂട് കൂടുക, ഇതുപോലത്തെ കാലാവസ്ഥ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പം ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ലെറ്റ് ഗോ ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇതിൽ ഒരു വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാര്യങ്ങൾ അൺസർട്ടൻഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നമ്മളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ചൂട് കൂടുകയാണ്, നമ്മൾ എന്ത് ചെയ്യും, ആ ചൂടുള്ള കാലഘട്ടത്തിന് അതിജീവിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും. പിന്നീട് ഒരു ചൂട് കാലഘട്ടം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ എല്ലാ ഡിഫിക്കൽട്ടി മൊമെന്റും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ആറാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റെക്കഗ്നൈസിങ് യുവർ തോട്ട്സ്. നിങ്ങളെ ചിന്തകളെ നിങ്ങൾ എന്ത് ചെയ്യണം, റെക്കഗ്നൈസ് ചെയ്യണം. അതിലൊരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ പാറ്റേൺസ് ഉണ്ടാവും. ഈ പാറ്റേൺസിനെ നിങ്ങൾ മെല്ലെ 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 ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്യണം, അതിനെ ഗൈഡ് ചെയ്തിട്ട് നിങ്ങളെ ലൈഫിൻ്റെ ആ ഒരു അച്ചീവ് ചെയ്യാനുള്ള ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അതിലേക്ക് പതിയെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ടേൺ ചെയ്തിട്ട് ആ നെഗറ്റീവ് ആയിക്കൊണ്ട് പോകുന്ന പാറ്റേൺ അതിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്തിട്ട് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ ഔട്ടർ വേൾഡിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നർ വേൾഡിൽ എന്ത് ചെയ്യണം, ആ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെങ്കിലും ആ കാര്യത്തിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഇനി ഏഴാമത്തതും അധികം ആളുകളും വിട്ടുപോകുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓക്കെ നോട്ട് ടു ബി ഓക്കെ. അതായത് ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ എന്താണ്, ഓക്കെ അല്ലാതെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കാണുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കും ചില കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, പല ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ, പല എറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ എങ്ങനെ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും, ബെസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചിന്തിക്കാം, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാം. പക്ഷെ ലൈഫിൻ്റെ എല്ലാ മേഖലകളും ഒരേപോലെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ അതെന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് ഒരു സ്റ്റക്ക് ഫീൽ അവിടെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പം നമ്മൾ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമ്മളെ ഇമോഷൻസ് ഒന്ന് ഡൗൺ ആവും. അങ്ങനെയാണില്ലേ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ഒന്ന് നമ്മളൊന്ന് ഡൗൺ ആവും. അത് ഈ ലൈഫിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ദെൻ നമ്മൾ തിരിച്ച് അതിൽ നിന്ന് ഗ്രോ ചെയ്ത് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏഴാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എട്ടാമത്തതും ഏറ്റവും അവസാനത്തായിട്ടുള്ള കാര്യമാണ് എന്ത്, ഡോണ്ട് ഗിവ് അപ്പ് എന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ പല ഡിഫിക്കൽട്ടി ആയിട്ടുള്ള മൊമെന്റ്സ് വരും. ബട്ട് സ്റ്റിൽ അതിനെ നമ്മൾ എങ്ങനെ കാണണം, ഒരു പ്രതീക്ഷയോട് കൂടി, ഒരു ഹോപ്പോട് കൂടി കാണണം. എങ്ങനെ, ഇത് ടെമ്പററി ആണ്. ലൈഫിൽ ഇത് ലോങ് ടേം ആയിട്ട് ഇത് കണ്ടിന്യൂസ് ഇനി എൻ്റെ വരെ ഇങ്ങനെയാണ് എന്ന് കാണുന്നതിന് പകരം ഇത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ സമയത്ത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ബിലീഫോട് കൂടിയിട്ട്, ഒരു നോൺ ഗിവ് അപ്പ് മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പം ഹോപ്പ് ഈ ഒരു 8 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളെ മെന്റൽ സ്ട്രെങ്ത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ മെന്റലി സ്ട്രെങ്തൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ ഫാമിലി സർക്കിളിൽ, നിങ്ങളെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഇപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.